നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രോ ഇങ്ങനെ പുറത്തൊക്കെ വന്ന് എടുത്തിരിക്കുക കേട്ടോ. അപ്പം മഴയൊക്കെ ഇങ്ങനെ പെയ്യാൻ തുടങ്ങി, ഇടിയുണ്ട്. അപ്പോൾ വേഗം പറഞ്ഞിട്ട് അങ്ങ് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ ആണ്. റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സദ്യയിലൊക്കെയുള്ള ഒരു ഓലനാണ്. സദ്യയിൽ ഓലൻ നമ്മൾ സാധാരണ വൻപയറൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുക. ഇത് അതിന് പകരമായിട്ട് പടവലോ അതുപോലെ തന്നെ നമ്മുടെ ചെറുപയറുണ്ടല്ലോ, കറിയൊക്കെ ഉണ്ടാക്കുന്നത്, ചെറുപയറും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു കിഡിലൻ സംഭവമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഓലൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അതിന് മുമ്പായിട്ട് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് ഇടുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പടവല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പടവലം, ഏകദേശം ചെറിയൊരു പടവലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തത് കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെറുപയർ വേണം. ചെറുപയർ ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു 1/4 കപ്പ് ചെറുപയറുണ്ട്. അപ്പോൾ കുറച്ച് സമയം ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അതാ മുളച്ച് വന്നിട്ടുണ്ട്. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ എങ്ങനെയാ മുളപ്പിക്കാന്നൊക്കെ. ഒരു പ്രയാസവും ഇല്ല കേട്ടോ, വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മുളച്ച് കിട്ടുന്നുണ്ട്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പച്ചമുളകാണ്. പച്ചമുളക് ഞാനിവിടെ ഒരു വലിയ പച്ചമുളകും പിന്നെ ഒരു പകുതി കഷ്ണം പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പേര് നോക്കിയിട്ട് അതൊക്കെ എടുത്താൽ മതി. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഇത് 1 കപ്പ് ഉണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്ത് തന്നെയാണ്, അത് 1 കപ്പ്. പിന്നെ നമുക്ക് കറിവേപ്പില വേണം, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ മെയിനായിട്ട് വേറൊരു സംഭവം വേണ്ടത് എന്താ, പച്ച വെളിച്ചെണ്ണ. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ചെറുപയറുണ്ടല്ലോ, ചെറുപയർ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറുപയർ നമുക്ക് കുക്കറിൽ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചെറിയ കഷ്ണം പച്ചമുളകാണ്. അപ്പോൾ അതും ഒന്ന് ഇങ്ങനെ ചീന്തി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഈ ഒരു ചെറുപയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം മതി കേട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് ആവി വന്നിട്ട് വിസിലിടാം കേട്ടോ. ഒരു വിസിൽ കൊണ്ട് വെന്ത് കിട്ടും. എന്നിട്ട് ഓഫ് ചെയ്തിട്ടാൽ മതിയേ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ ഇപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി നമ്മൾ ചെറുപയർ വേവിച്ചെടുത്ത് അതുപോലെ തന്നെ പടവലം കൂടി വേവിക്കാൻ പോവാണ്. അപ്പോൾ കുക്കറിലോട്ട് പടവലം ഇട്ട് കൊടുക്കാം. ഈ ഒരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചെറുപയർ വേവിക്കുമ്പോൾ അതിന് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇടുന്നത്. ഇതിലോട്ട് ഇനി വെള്ളം ഒഴിക്കുകയാണ്. സ്റ്റവ് ഓൺ ചെയ്ത് ഇനി വേവിച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് ഒരു വിസിലുകൊണ്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതുകൂടി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ പടവലം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ച ചെറുപയറുണ്ടല്ലോ, അപ്പോൾ ചെറുപയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് എടുത്തു വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം കേട്ടോ. തേങ്ങാപ്പാൽ ഇപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ വെള്ളം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇത് തിളയൊക്കെ വന്നു, അത്യാവശ്യം ആ വെള്ളം തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിൽ ഇരുന്ന് തന്നെ കുറച്ചും കൂടി ഒന്ന് വറ്റും. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണ കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ട് എന്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയത്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഓലൻ? അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.